ഹായ്, കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല എന്ന് എനിക്കറിയാം. സ്റ്റിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഞാൻ ശ്രമിക്കണമുണ്ട് വീഡിയോ ഇടാനായിട്ട്. സോ ഞാൻ എവിടെ പോയി എന്തായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സായിട്ട്. ഒന്ന് വീഡിയോ പ്രോപ്പർലി വരുന്നില്ല, സോ അൽഗോരിതം ഫോളോ ചെയ്യണം, വിട്ടുപോയി പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, സത്യമാണ്. ബിക്കോസ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ഇരുന്ന അപ്പാർട്ട്മെൻറ്റ് വീട്ടിൽ നിന്ന് ഞാൻ മാറിയിട്ടോ. ഞാനിപ്പോൾ വേറെ വീട്ടിലേക്കാണ് താമസം മാറിയിരിക്കുന്നത്. സോ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇരുന്ന അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, അതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പാർട്ട് 1 ആയിട്ട് ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് ഫുൾ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ അതിൽ നിന്ന് കണ്ടിന്യൂഷനായിട്ട് ഞാൻ പറയാം. ആൻഡ് അതിൽ ഞാൻ ചെയ്ത ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ വേറൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾക്ക് അതോ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. അല്ല പറഞ്ഞവർ ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ തന്നെ വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, സോ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ PGയിൽ നിന്നിട്ട് ഞാൻ നോക്ക് ത്രൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീട് അപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രയോ 700 and something rupees പേ ചെയ്തിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ തന്നെ ഞാൻ ദിവസം നോക്കിയിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു സേഫസ്റ്റ് ആയ പ്ലേസ് വേണം. ആൻഡ് ഓൾസോ എനിക്ക് കമ്മ്യൂട്ട് ചെയ്യണം, ഈസി ആയിരിക്കണം എൻ്റെ ഓഫീസിലേക്ക്. സോ അങ്ങനത്തെ ഒരു വീടായിരുന്നു ഞാൻ ഫസ്റ്റ് നോക്കിയത്. അതായത് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സോ അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വന്നിട്ട് മെയിൻ്റനൻസ് സെപ്പറേറ്റ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ റെൻറ്റ് കൊടുക്കും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടാവും, നമ്മളിരിക്കുന്ന വീട്ടിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലുണ്ടാവും. അതല്ലാതെ നമുക്ക് വന്നിട്ട് കോമൺ മെയിൻ്റനൻസ് വന്നിട്ടുണ്ടാവും. സോ വന്നിട്ട് അപ്പാർട്ട്മെൻറ്റിൽ ഇടുന്ന കോമൺ ആയിട്ടുള്ള EB ഒക്കെ മീൻസ് എന്താ പറയുക, ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സ്റ്റെയർ കേസിൻ്റെ ലൈറ്റ്, പാർക്കിങ്ങിലെ ലൈറ്റ്, ഓക്കെ, മേലെ ടെറസിൻ്റെ ലൈറ്റ്സ്, അതൊക്കെ വന്നിട്ട് ഓണിലുണ്ടാവുമല്ലോ. ഇപ്പോൾ ആരെങ്കിലും പോയി കളിക്കുമ്പോൾ എല്ലാവരും ലൈറ്റ് ഇടും. സോ അതെപ്പോഴും ഓണിലായിരിക്കും. സ്റ്റെയർ കേസ് ലൈറ്റൊക്കെ എപ്പോഴും ഓണിലായിരിക്കും. സോ അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്ര ഫ്ലാറ്റ്സ് ഉണ്ടോ അതിൽ ഡിവൈഡ് ബൈ ചെയ്തിട്ട് എത്ര പേരാണോ അങ്ങനെ ചെയ്യും. അത് ടെനൻസ് ആയാലും ശരി, ലാൻഡ് ലോഡ് ആയാലും ശരി, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ആൻഡ് കോമൺ മെയിൻ്റനൻസ് അങ്ങനെ വരിക. സോ എനിക്ക് കോമൺ മെയിൻ്റനൻസ് അതിനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ എൻ്റെ റെൻറ്റ് എത്ര ഉണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ റെൻറ്റ് 12,500 ആയിരുന്നു എൻ്റെ റെൻറ്റ്. ഓക്കെ, ഇതന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എൻ്റെ വീട്ടിൽ തന്നെ റെൻറ്റ് വന്നിട്ട് 12,500. സോ ഇതല്ലാതെ കോമൺ മെയിൻ്റനൻസ് പറഞ്ഞിട്ടൊന്നുണ്ട്. സോ അതെന്താണ് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ചാർജസ്, നമ്മൾ വാട്ടർ യൂസ് ചെയ്യില്ലേ, ആ വാട്ടർ മെയിൻ്റനൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ നമുക്ക് വന്നിട്ട് EB മെയിൻ്റനൻസ് ഉണ്ടാകും. ആൻഡ് എന്നിട്ട് ഇപ്പോൾ സ്റ്റെയർ കേസ് മീൻസ് പുറത്തത്തെ വരാന്ത ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ വന്നിട്ട് നമുക്ക് അടിച്ചു വരാനായിട്ട് ഒരു മെയ്ഡ് ഉണ്ടാവും. സോ മെയ്ഡിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ഗാർബേജ് എടുത്തിട്ട് പോകാനും ചെയ്യാനൊക്കെ നമുക്ക് ഒരാളുണ്ട്. സോ അവർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര വീടാണ് അതിൻ്റെ ഷെയർ. സോ ഇതാണ് ടോട്ടൽ കോമൺ മെയിൻ്റനൻസിൻ്റെ ഷെയർ പെർ മന്ത്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ 1 BHK നമുക്ക് എന്തായിരുന്നു കോമൺ മെയിൻ്റനൻസ് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഓൺ അപ്പാർട്ട്മെൻറ്റ്സിന് പോലെ അല്ല. അതായത് ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള കോമൺ മെയിൻ്റനൻസ് അല്ല. ഓക്കെ, സോ അവിടെ ഞാൻ ഇരുന്ന അപ്പാർട്ട്മെൻറ്റിൽ 2 BHK ഉണ്ട്, 1 BHK ഉണ്ട്. ഞാൻ പ്രിഫർ ചെയ്തത് 1 BHK ആയിരുന്നു. പക്ഷേ 1 BHKയിലും 2 BHK എത്ര കൊടുക്കണോ അത്രയും എന്താ പ്രൈസ് നമ്മൾ 1 BHKയും കൊടുക്കണം. ഓക്കെ, ഇതന്നെയായിരുന്നു ഇവിടുത്തെ റെൻറ്റൽ പ്രൊസീജിയർ. ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ വന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൻഡ് ലോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കില്ല നമ്മൾ. ഓക്കെ, ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ അവരിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നോ ബ്രോക്കറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാട്ടറിൻ്റെ വന്നിട്ട് കോഓപ്പറേഷൻ വാട്ടറും ഉണ്ട് ആൻഡ് വന്നിട്ട് ഇതുമുണ്ട്, ബോർവെല്ലും ഉണ്ട് പറഞ്ഞിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, സെപ്പറേറ്റ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറും മെയിൻ്റനൻസിന് എത്രയാണെന്ന് വേണ്ടിയിട്ട് മാത്രം ചോദിച്ചു. ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് മണ്ടത്തരമാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. എൻ്റെ ഓണേഴ്സ് ഓക്കെ ആയിരുന്നു. വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വീട് നന്നായിട്ടുണ്ട്.
ഫുൾ വാർഡ്രോബ്സ് എല്ലാം ഉണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ വാട്ടർ വന്നിട്ട് അവിടെ പ്രശ്നമായിരുന്നു. അതായത് നമ്മൾ വാട്ടർ വന്നിട്ട് അവിടെ ഞാനിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റും ആൻഡ് എന്താ പറയുക, എൻ്റെ സൈഡിലിരിക്കുന്ന എൻ്റെ നെക്സ്റ്റ് ഇരിക്കുന്ന ബിൽഡിങ്ങും വന്നിട്ട് ഹോസ്റ്റലാണ്. സോ അവിടെ ഫുൾ ഹോസ്റ്റൽ എന്താ പറയുക, ഞാൻ അങ്ങനത്തെ IT ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ എന്താ വെള്ളമൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും പിന്നെ വന്നിട്ട് ഇവിടേക്ക് വെള്ളം കയറുന്നില്ല മോട്ടർ അടിക്കുമ്പോൾ. ഇതൊക്കെയാണ് പ്രശ്നം. ആൻഡ് മോർ ഓവർ ഇവിടെ വന്നിട്ട് എന്താ മെട്രോ വാട്ടർ കണക്ഷൻ ഇല്ല. എനിക്ക് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് ഇവർ അങ്ങനെ മെയിൻ്റനൻസ് ഷെയർ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ വാട്ടറിന് സെപ്പറേറ്റ്ലി ഫസ്റ്റ് പറഞ്ഞു 900 rupees അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓണർ പറഞ്ഞു അത് പിന്നെ നമ്മൾ ശരിയാക്കും എന്ന് എൻ്റെ ഓണർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, 900 rupees എന്നല്ലേ, ശരി ഓക്കെ ഫൈൻ വേണ്ടി കൊടുക്കാം. ബിക്കോസ് നമ്മുടെ വീട് നന്നായിട്ടുണ്ട് ആൻഡ് നമ്മുടെ കവേർഡ് പാർക്കിംഗ് ആണ്, ഗേറ്റ് ഉണ്ട്, എല്ലാം അടയ്ക്കാനും ഭയങ്കര സേഫ്റ്റി ആയിട്ടുണ്ടാവും. അടുത്ത് ഫുൾ ഹോസ്റ്റലാണ്. സോ ലേഡീസ് ഹോസ്റ്റലായിരുന്നു. സോ അതുകൊണ്ട് എല്ലാം നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ശരി ഫൈൻ അങ്ങനെ കിട്ടും. പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ എല്ലാ മന്തും ഇങ്ങനെ ഒന്ന് വാട്ടറിന് സെപ്പറേറ്റ്ലി ചെയ്യണം വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓണർ അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയണം വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജാനുവരി ആയി പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് മെട്രോ വാട്ടർ കണക്ഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഫൈൻ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് മന്ത് 900 ആയിരുന്നു. പിന്നെ സെക്കൻഡ് മന്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് 2 ലോറി വാട്ടർ ആയിരുന്നു കേട്ടോ വാങ്ങിക്കുക. അതായത് ഇവിടെ കോമൺലി ഒരു അസോസിയേഷൻ അങ്ങനെ ഈ അക്കൗണ്ടൻസിയൊക്കെ നോക്കാനായിട്ട് ഈ എന്താണത് ഒരു അസോസിയേഷൻ ഒന്നുമില്ല. ഇവരായിട്ട് വോളണ്ടിയർലി വന്നിട്ട് ഇങ്ങനെ എടുത്ത് നടത്തുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് മെയിൻ്റനൻസ് നോക്കും, അത്ര തന്നെയായിരുന്നു. സോ ഇങ്ങനത്തെ ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്യേണ്ടായിരുന്നത്. സെപ്പറേറ്റ്ലി ഒരു അക്കൗണ്ടൻറ്റിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മെയിൻ്റനൻസ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ മന്ത്ലി ഇങ്ങനത്തെ ഒരു മെയിൻ്റനൻസ്. സോ 900 നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ 1800 ആയി. അപ്പോൾ 1800 ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ പേരൻസ് എപ്പോഴൊക്കെയാണെന്ന് വരുന്നത്, എപ്പോഴും എൻ്റെ പേരൻസ് ഉണ്ടാവില്ല. സോ 2 BHKയിൽ ഫാമിലി ആയിട്ടിരിക്കുന്നവർ 5 പേരുണ്ടാവും, 4 പേരുണ്ടാവും. അവർ കൊടുക്കുന്ന അതേ വാട്ടർ മെയിൻ്റനൻസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാ അപ്പോൾ ഒരു ഫ്ലാറ്റിന് 2 ലോറി വാട്ടർ ഇങ്ങനത്തെ കണക്കായിരുന്നു കേട്ടോ. സോ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് 2 ലോറി വാട്ടറിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഓണർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങളുടെ ടെനൻസിൻ്റെ അടുത്ത് സംസാരിക്കും പറഞ്ഞു. അത് മെയിൻലി എന്താ പ്രശ്നം പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കില്ല ഇങ്ങനെ ഓക്കെ എന്താ ഓണർ അടുത്ത് എന്ന് പറയാൻ ഭയങ്കര പ്രശ്നമാണെന്ന്. സത്യമായിട്ട് അത് ആണ്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് അവിടെ എൻ്റെ ഓണർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ മീൻസ് വേറെ ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ ഓണർ അവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇത്രയൊന്നും ഫേസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി, ഫീലായിട്ടോ. ബിക്കോസ് ഞാനിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ടെനൻ്റായിരുന്നു. ഓക്കെ, സോ എല്ലാവരും ടെനൻ്റായിരുന്നു. ആൻഡ് എല്ലാവരുടെയും ഓണേഴ്സൊക്കെ വന്ന് ഭയങ്കര എല്ലാ സ്ഥലത്തും മീൻസ് സ്കാറ്റേഡ് ആയിരുന്നു. ആരും അടുത്തടുത്ത് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലും ആണ് പറഞ്ഞാൽ ഓടി വരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അങ്ങനത്തെ വാട്ടർ പ്രശ്നം ഭയങ്കര ഉള്ള കാരണം അതായത് നമ്മൾ വാട്ടറിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് ഞാൻ 2000 rupees ഇടാനായിട്ട് വന്നു. സോ 12,500 പ്ലസ് 2000 rupees ഇങ്ങനെ വരും. പ്ലസ് ഇതല്ലാതെ നമുക്ക് വന്നിട്ട് കോമൺ EB വന്നിട്ടൊന്ന് വരും. സോ കോമൺ EB ഇപ്പോൾ വന്നിട്ട് മേ ബി 5,000 വരാം, 4,000 വരാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂസേജസ്. സോ അത് ഡിവൈഡഡ് ബൈ എത്ര ഫ്ലാറ്റ് ഉണ്ടോ അത് വരുമ്പോൾ അതൊരു 700 അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 600 അങ്ങനെയൊക്കെ വരും. സോ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് 14,000 15,000 ആയി. ആൻഡ് അവിടെ വന്നിട്ട് നമ്മൾ കുറേ പേര് ഏതെങ്കിലും ഫ്ലാറ്റ് മെമ്പേഴ്സ് വന്നിട്ട് മോട്ടർ ഇടും, ചിലപ്പോൾ അവർ ഓഫ് ചെയ്യാണ്ട് പോകും, മറന്നു പോകും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മോട്ടർ നന്നായിട്ട് ചൂടാവും. സോ മോട്ടർ റിപ്പയർ ആയാലും നമ്മൾ ടെനൻ്റ് നമ്മൾ ഇടേണ്ടത്. സോ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്ന കാരണം ഞാൻ വിചാരിച്ചു ഞാൻ കുറേയൊക്കെ സഹിച്ചു സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്കെന്തിന് ഞാൻ എന്തിന് ഇത്ര പൈസ ചിലവാക്കണം എന്നുള്ള തിങ്കിങ്ങിൽ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഞങ്ങൾ വന്നിട്ട് വീട് മാറാം എന്നിട്ട് വിചാരിച്ചു. ഓൾമോസ്റ്റ് 10 months 11 months ആയി. അപ്പോൾ വിചാരിച്ചു ശരി ഓക്കെ നമ്മൾ അടുത്ത് തന്നെ വന്നിട്ട് തരാമെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ചും നോ ബ്രോക്കറിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ എന്തായി, ഞാൻ കുറേയൊക്കെ ഞാൻ തിരഞ്ഞു നോക്കി. പക്ഷേ ഈ വീട്ടിൽ ഞാൻ ഇരുന്നിട്ടില്ല. വേറെ വീടൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ഇത്ര പൈസയ്ക്ക് ഇത്രയേ ഉള്ളൂ അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ തീരെ പെട്ടുണ്ടാകുന്നില്ല.
പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ ഇനി ലോക്കൽ ബ്രോക്കേഴ്സിനെ വെച്ചിട്ടാണ് നോക്കാൻ വിചാരിച്ചിട്ട് ലോക്കൽ ബ്രോക്കറിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ വീട്ടിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പീസ് പറഞ്ഞാൽ അത്രയുണ്ട് പീസ്. എനിക്ക് പീസ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് പറയില്ല, സത്യമാണ് കേട്ടോ. ഇവിടെ എനിക്ക് വാട്ടർ മെയിൻ്റനൻസ് ഇല്ല, ഒന്നുമില്ല കേട്ടോ. കോമൺ റെൻ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. കോമൺ EB ഇല്ല, ഒരു കുന്തവും ഇല്ല. ഓൺലി നമ്മുടെ വീട്ടിലത്തെ EB, ദറ്റ്സ് ഇറ്റ്. അത് മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് ഓൾസോ വന്നിട്ട് എനിക്ക് കമ്മ്യൂട്ട് ചെയ്യാനും ഈസിയാണ്, ബിക്കോസ് ഐ ഹാവ് സ്കൂട്ടർ. സോ ഞാൻ സ്കൂട്ടിയിൽ പോകും, അത്ര തന്നെയാണ്. സോ ഇനി വാട്ടറിന് സെപ്പറേറ്റ് ചാർജസ് അങ്ങനെ ഒന്നുമില്ല. സോ അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ലൈഫായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. സോ ഇതിൻ്റെ ഞാൻ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യണ്ടായിരുന്നു. സോ അത് കാരണം നമുക്ക് നേരെ ഞാൻ വീഡിയോയിൽ വരുന്നുണ്ടായിരുന്നില്ല. സോ ഇതൊക്കെയാണ് റീസൺ. ഞാൻ ഷിഫ്റ്റിങ്ങിലായിരുന്നു, വീട് തിരയായിരുന്നു, ആൻഡ് ഓൾസോ വർക്ക് ഉണ്ടായിരുന്നു, വർക്ക്സ് നോക്കണ്ടേ, സോ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനാണെങ്കിൽ അത്ര സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു. സോ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രോപ്പർലി വരാത്തത്. സോ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ ഇനി ഞാൻ നോക്കാം അടുത്തടുത്ത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ ഇതുപോലെ ലിവിങ് എലോൺ ഡയറീസ് ആൻഡ് ലിവിങ് എലോൺ തിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി മീൻസ് എൻ്റെ വീഡിയോസ് കാണും. ഓക്കെ, എൻ്റെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടണം പറഞ്ഞാൽ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട കേട്ടോ. ബൈ ബൈ.